എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ഹോട്ടൽ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് നോക്കി ചോദിച്ച് മേടിക്കും. അതിന് എത്ര രൂപ ചോദിച്ചു കഴിഞ്ഞാലും ഒരു വിഷയവും ഇല്ല. അങ്ങനെ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ഭക്ഷണം എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന ബിരിയാണികൾ ബീഫും മട്ടനും ഒക്കെ തന്നെയാണോ അതിൽ ശരിക്കും ചേർത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം. അത് അറിയാതെ നമ്മൾ മേടിച്ച് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഒരുപാടായിരിക്കും. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂർ നടന്നൊരു സംഭവമാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ ഒരു ഹോട്ടലിൽ നടന്ന ഒരു സംഭവമാണ്. സംഭവം മറ്റൊന്നുമല്ല, ആ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തിയ സമയത്ത് അവിടെ ഒരുപാട് ബിരിയാണി, ഒരു 3-4 ചെമ്പ് നിറയെ ബിരിയാണി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായൊരു സംഭവം എന്ന് വെച്ചാൽ, ആ ഒരു ഹോട്ടലിൽ മട്ടനോ അതുപോലെ തന്നെ ബീഫോ ഒന്നുമല്ല, പകരം അവർ കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ, അതായത് നായ്ക്കളെ അറുത്താണ് ബിരിയാണി വെച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബിരിയാണി ശരിയല്ല എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു ബിരിയാണിയിൽ പട്ടി ബിരിയാണിയാണ് എന്നുള്ള സംഭവം തിരിച്ചറിഞ്ഞിട്ട് അതിനെ പിടികൂടുകയും പിന്നീട് അതിനെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഒന്ന് വെച്ച് തരാം. മുല്ലങ്ങറയും കൊടുങ്ങല്ലൂരാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കൊട്ടിക്കളയുന്ന ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയോ, മട്ടൻ ബിരിയാണിയോ, എഗ് ബിരിയാണിയോ, വെജിറ്റബിൾ ബിരിയാണിയോ അല്ല. നടു റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസം കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഈ നടു റോട്ടിൽ കൊട്ടിക്കളയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഹോട്ടലുകളിൽ ചെന്ന് കൈ കഴുകിയിരിക്കുമ്പോൾ ഇതുപോലുള്ള പട്ടികളെ കൊണ്ടുള്ള ബിരിയാണിയാണ് നമ്മുടെ ടിഫിൻ മേശയിൽ കൊണ്ടു തരുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. വിശ്വസനീയമായ ഹോട്ടലിൽ നിന്ന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. പരമാവധി വിശ്വസനീയമല്ലാത്ത ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആരും ശ്രമിക്കുക അരുത്. ഇതുപോലെ പട്ടി ബിരിയാണി തിന്നേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അധികാരികളുടെ അടുക്കലേക്ക് എത്തിക്കണമെന്നും വിനീതനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ടില്ലേ, പട്ടി ബിരിയാണി കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? ശരിക്കും നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മളിൽ പലർക്കും പട്ടിയെ ഇഷ്ടമുള്ള ആളുകളുണ്ട്. എന്നാൽ പട്ടി എന്ന് പോലും പറയുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളും ഉണ്ട്. ചില ആളുകൾക്ക് പട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇഷ്ടമല്ല, നായ്ക്കളെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് പട്ടി എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ തെരുവോരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇനി അഥവാ അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടാലും ആർക്കും ഒരു പരാതിയില്ല. കാരണം ആരും അറിയില്ലല്ലോ. ഇപ്പോൾ ഈ നായ്ക്കൾ പെറ്റുപെരുകി കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ മറ്റോ ആണ് ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്നേ കാണുന്നവർക്ക് അഥവാ കണ്ടാലും തോന്നുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നത്തില്ല. അപ്പോൾ ഇതുങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുങ്ങളെ കൊന്ന് കറി വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ തെരുവോരത്ത് അലഞ്ഞു നടക്കുന്ന നായ്ക്കളിൽ പേയ് ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല, അല്ലേ? പേവിഷബാധ ഏറിയതാണോ എന്നറിയത്തില്ല, എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചതാണോ എന്നറിയില്ല. നായ്ക്കൾ തമ്മിൽ കടി കൂടിയിട്ട് വ്രണങ്ങളായിട്ട് അത് പഴുത്ത് കുറേ കഴിഞ്ഞിട്ട് അതിലൂടെ പുഴു വരുന്നത് വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പുഴു വരിക്കുന്നത്. അതുപോലെ തന്നെ കുടിച്ചിപ്പട്ടികളുടെ ബാക്ക് ഭാഗത്ത് എപ്പോഴും വ്രണമായിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെ കൂടിയായിരിക്കും ഇവർ കൊണ്ടുവന്ന് ഇതുപോലെ കശാപ്പ് ചെയ്ത് നല്ല രീതിയിൽ മസാലയും മുളകും ഉപ്പും ഒക്കെ ആക്കിയിട്ട് ആ മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വിഭവം സമൃദ്ധമായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളാണെങ്കിലുണ്ടല്ലോ അതൊന്നും മനസ്സിലാക്കാണ്ട് കിട്ടിയത് അടിപൊളി എന്ന് പറഞ്ഞിട്ട് മസാലക്കൂട്ടുകളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പൊടിക്കൈകളൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ആ ഒരു ബിരിയാണി, അതായത് നമുക്കറിയാം നമ്മൾ വീട്ടിൽ വെക്കുന്നത് പോലെയല്ല, ഹോട്ടലിൽ അവർ വെക്കുമ്പോൾ അവർ രുചി കൂടാനുള്ള പലതരത്തിലുള്ള പൊടിക്കൈകളും അതിൽ പ്രയോഗിക്കും. അപ്പോൾ ആ ഒരു സംഭവം വളരെ രുചിയായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല അതുമൂലം നമുക്ക് ഭാവിയിൽ സംഭവിക്കാവുന്ന ഗുരുതരമായ രോഗങ്ങളെ പറ്റിയിട്ടൊന്നും. അതുപോലെ തന്നെയാണ് ഇതുപോലെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ വിചാരിക്കും നല്ല ഫ്രഷ് ബീഫ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിക്കുന്നത് ഒരുപക്ഷെ രോഗം ബാധിച്ച് മരിച്ചു പോകുന്ന ആടിനെ ആയാലും, അതുപോലെ തന്നെ ആട്ടിറച്ചിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പശുവൊക്കെ രോഗം ബാധിച്ച് മരിച്ചു കഴിയുമ്പോൾ അറവുകാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പകുതി വിലയ്ക്ക് ആളുകൾ എടുത്തുകൊണ്ട് പോകും. ചിലർക്ക് കുഴിച്ചിടാനൊക്കെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ പൈസ പോലും കൊടുക്കാണ്ട് കൊണ്ടുപോകും. ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ്, ഇതുപോലെ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിക്ക് ഭക്ഷണമായിട്ട് വിളമ്പി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്രയും പരിചയമുള്ള ഹോട്ടലിൽ നിന്ന് മാത്രമേ ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാവൂ എന്ന് എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.